വളവന്നൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുധനാഴ്ച രാവിലെ 8:30 പെയ്ത അതിശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. വളവന്നൂർ പഞ്ചായത്തിലെ 3-20 വാർഡുകളിലാണ് കാറ്റും മഴയും കനത്ത നാശം വിതച്ചത്. കടപുഴകി വീണ മരത്തിനടിയിൽപ്പെടാതെ ഒരു കുഞ്ഞ് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വളവന്നൂർ സ്വദേശി പടിക്കൽ അബൂബക്കറിന്റെ വീട്ടുമുറ്റത്തെ പുളിമരം കടപുഴകി വീണ് കാർ പോർച്ച് തകർന്നു. റോഡിലേക്ക് വീണ മരത്തിനടിയിൽപ്പെടാതെ മദ്രസ വിട്ടുവരികയായിരുന്ന കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വളവന്നൂർ പഴയ ജുമാ മസ്ജിദിനു മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം കടപുഴകി വീണ് മസ്ജിദിന്റെ ഒരു ഭാഗം തകർന്നു. പ്രദേശത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോകുകയും 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മരങ്ങളും മുറിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. തിരൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുറുക്കോളി മൊയ്തീൻ MLA നേതൃത്വത്തിൽ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK ഷംസുദ്ദീൻ, വില്ലേജ് ഓഫീസർ, കൃഷിഭവൻ ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നഷ്ടമുണ്ടായവർക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. വാർഡ് അംഗങ്ങളായ കുന്നത്ത് ഷറഫുദ്ദീൻ, അബ്ദുൽ വഹാബ് ചോമയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും ഹോംഗാർഡുമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ശക്തമായ കാറ്റ് വീശി ഒരു ചുഴലിക്കാറ്റ് പോലെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് അനവധി വൃക്ഷങ്ങൾ, ലക്ഷങ്ങളുടെ നഷ്ടം ഈ പ്രദേശത്തുണ്ടായിരിക്കുകയാണ്. വീടുകളുടെയും പള്ളിയുടെയും മേലേക്ക് വൻ മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. 1, 2, 10 അല്ല, അനവധി വലിയ വൃക്ഷങ്ങൾ ഈ പ്രദേശത്താകെ മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നെഞ്ചിടിച്ചു പോകും. 2 കാര്യങ്ങൾ വേണ്ടതുണ്ട്. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതിനേക്കാൾ ഏറെ ഇവർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു കാറ്റ്, ഒരു ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം, അതിനെക്കുറിച്ച് കൂടി ശാസ്ത്രീയ പഠനം ഉണ്ടാകേണ്ടതുണ്ട്. വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നല്ല ആളപായമൊന്നുമില്ലാതെ അത് വലിയൊരു ഭാഗ്യമെന്ന് പറയാം. ഒരുപാട് കൃഷി നശിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വീടുകൾക്ക് ഒരുപാടുണ്ട്, അതേപോലെ ഒരുപാട് സ്വത്ത് നഷ്ടമുണ്ട്. അപ്പോൾ ഇതിന് പഞ്ചായത്ത് എങ്ങനെയാണ്, എന്ത് നഷ്ടപരിഹാരമാണ് അവർക്ക് അധികാരികളിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നത്, ആളുടെ എല്ലാ ശ്രമവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവും. വില്ലേജ് ഓഫീസറെയും അതേപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, റെസ്ക്യൂ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എത്തിയിട്ടുണ്ട്. മാക്സിമം നമ്മളെ കഴിയുന്ന പരമാവധി ഈ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കും. അതിൻ്റെ പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എണീറ്റ് വരുന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല കാറ്റ്, തൊട്ടടുത്തത് വീട്ടിൽ വർക്ക് ചെയ്യുന്ന പണിക്കാരൻ വരെ ഓടിയെന്ന്. അപ്പോൾ നിലം പൊത്തിക്കും മൊത്തം മരങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് കണ്ടത്. മദ്രസ കുട്ടികൾ കടന്നു പോകുന്ന സമയമായിരുന്നു. ഒക്കെ രക്ഷപ്പെട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. റോഡ് മൊത്തം ബ്ലോക്കായി, ലൈംഗമി മൊത്തം പൊട്ടി വീണ് താഴെ വീണ്. ഇങ്ങനെ സംഭവിച്ചത്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ? നാശനഷ്ടം തന്നെ. എത്ര മരങ്ങൾ കടപോയി വീണതായത്, പോസ്റ്റുകളും, റോഡ് മൊത്തം ബ്ലോക്കായില്ലേ. ഏതായാലും സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന സമയമാണ്. മദ്രസ കുട്ടികൾ മദ്രസ പോകുന്ന സമയമായിരുന്നു. പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല. വലിയ ദുരന്തത്തിന് കഴിച്ചിലായി കിട്ടിയത്. ഈ ചാനൽ ന്യൂസ് കൽപ്പകഞ്ചേരി. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.